നമസ്കാരം. കാത്തിരിപ്പിന് വിരാമം വിട്ട് ഇന്നിതാ കേരളക്കരയിൽ തൃശൂർ പൂരം എത്തുന്നു. പൊൻതിളക്കമാർന്ന നെറ്റിപ്പട്ടവും കോലവും ആഢയാഭരണങ്ങളുമായി അണിഞ്ഞെത്തി നെയ്ത്തിലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തന്നെ ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. പുഷ്പവൃഷ്ടിയോടെ തന്നെ ജനങ്ങൾ ആരവമുയർത്തിയപ്പോൾ ശിവകുമാർ തുമ്പിക്കൈ ഉയർത്തി. തിങ്കളാഴ്ച പകൽ 12:45 ഇന്നലെ പൂരവിളംബരം നടന്നത്. കണിമംഗലം ശാസ്താവിന്റെ വരവോടെ ഘടകപൂരങ്ങൾക്കും തുടക്കമാകും. എന്നാൽ കഴിഞ്ഞ തവണത്തെയോ അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നത്തെ വർഷത്തെയോ ഒന്നും തന്നെ യാതൊരു മിടുക്കും ഇപ്പോഴത്തെ പൂരത്തിനില്ല എന്ന് പറയണം. ഒരുപാട് ലംഘനങ്ങൾ, ഒരുപാട് ബാനുകൾ, അങ്ങനെ തന്നെയാണ് ഈ പൂരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും പൂരത്തിനോടൊരു ചെറിയ എതിർപ്പുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തവണ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുമെന്നാണ് പറയുന്നത്. പാറമേക്കാവ് തിരുമ്പമ്പാടി ഭഗവതിമാരും 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ഭഗവതി ശാസ്ത്രന്മാരും ഇന്ന് വടക്കുംനാഥനെ വണങ്ങാനെത്തും എന്ന് പറയുന്നു. രാവിലെ 7:30 കണിമംഗലം ശാസ്താവാണ് ആദ്യം എഴുന്നള്ളി എത്തുക. തുടർന്ന് ചെമ്പൂക്കാവ് ഭഗവതി, പനമുക്കുപിള്ളി ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ലാലൂർ ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ ഭഗവതി, നെയ്ത്തലക്കാവ് ഭഗവതി എന്ന ക്രമത്തിൽ എഴുന്നള്ളിപ്പുകൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്നു. പകൽ 11:30 തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവുള്ളത്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി പഞ്ചവാദ്യത്തിന് കോങ്ങാട് മധുപ്രമാണിയാകും ഉണ്ടാവുക. നായ്ക്കാലിനെ എത്തിയിൽ കഴിഞ്ഞാൽ പിന്നെ പഞ്ചവാദ്യം പാണ്ഡ്യമേളത്തിന് വഴിമാറും. ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ പ്രമാണിയായി ശ്രീമൂലസ്ഥാനത്തെത്തി കൊടികയറ്റവും. പകൽ 12 പാറമേക്കാവ് എഴുന്നള്ളിപ്പ് തുടങ്ങും. ഗുരുവായൂർ നന്ദൻ തിടമ്പേറ്റും. 2 കിഴക്കോട് അന്യന്മാർ പ്രമാണിയായി ഇലഞ്ഞിത്തറ മേളം തുടങ്ങും. വൈകിട്ട് 5:00 തെക്കോട്ടിറക്കവും വർണ്ണക്കുട മാറ്റവും നടക്കും. രാത്രി പാറമേക്കാവ് പഞ്ചവാദ്യ ചൂറ്റാനിക്കര നന്ദന്മാരാർ പ്രമാണിയാകും. ബുധനാഴ്ച പുലർച്ചെയാണ് വെടിക്കെട്ട്, അതായത് നാളെ പുലർച്ചെ. ഇന്ന് പൂരപ്പറമ്പ് നിറഞ്ഞു നിൽക്കേണ്ട സാഹചര്യമാണ്. എന്നിട്ടും പൂരപ്പറമ്പിൽ ആള് കുറവാണോ എന്നതാണ് ചില സംശയം. പൂരപ്പറമ്പിൽ അധികം ആളില്ല എന്നത് ശ്രദ്ധേയമാണ്. ചൂടൊക്കെ വകവച്ചായിരിക്കാം പലരും എത്താത്തതെന്നും പറയുന്നുണ്ട്. രാവിലെ പകൽപൂരത്തിന് ശേഷം നാളെ ഉപചാരം ചൊല്ലി പിരിയുകയാണ്. 11:00 തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തെക്കേ മഠത്തിന് മുന്നിലെത്തുമ്പോൾ നടക്കുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം തന്നെ കാണാൻ ആയിരങ്ങൾ അവിടെ ഇടം പിടിച്ചിരിക്കും. കോങ്ങാട് മധുവാണ് പ്രമാണം. പാറമേക്കാവിൽ നിന്ന് ഉച്ചയ്ക്ക് 12:00 ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പിന് ചെമ്പടമേളം അകമ്പടിയായി ഉണ്ടാകും. ഉച്ചയ്ക്ക് 2:00 വടക്കുംനാഥ ക്ഷേത്രത്തിനകത്ത് ഇലഞ്ഞിത്തറ മേളയായി അത് മാറും. കിഴക്കോട് അനിയന്മാരാർ പ്രമാണം അവിടെ ഉണ്ടാകുമെങ്കിലും ജനസഞ്ചയം വൈകിട്ട് 5:30 തെക്ക് നിലയിൽ കുടമാറ്റവും. നാളെ പുലർച്ചെ 3:00 വെടിക്കെട്ടാണ്. നാളെ പുലർച്ചെ 3 മണിക്ക് ഇരു വിഭാഗങ്ങളുടെയും വെടിക്കെട്ടുണ്ട്. അടിയന്തര സഹായത്തിന് കൺട്രോൾ റൂമുകൾ തൃശൂർ പൂരനഗരിയിൽ എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി തേക്കിൻകാട് മൈതാനത്ത് ഇന്ന് രാവിലെ 6 മുതൽ പോലീസിന്റെ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കും. വസ്തുക്കൾ നഷ്ടപ്പെടുക, കൂട്ടം തെറ്റിപ്പോവുക എന്നിവ ഉണ്ടായാൽ ഉടൻ ഇടപെടാൻ 4 മിനി കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. നടുവിലാൽ തന്നെ ജംഗ്ഷൻ, ബിനി ജംഗ്ഷൻ സമീപമുള്ള പെട്രോൾ പമ്പിന് സമീപം, ജോയ് ആലിക്കാസ് ജ്വല്ലറിക്ക് സമീപം, ജയ ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മിനി കൺട്രോൾ റൂമുകൾ ഉണ്ടാവുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടമാറ്റം കാണുന്നതിനായി പൂരം കൺട്രോൾ റൂമിന് സമീപം പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് ചൊവ്വയും ബുധനും KSRTCയുടെ 65 ബസ്സുകൾ അധിക സർവീസുകൾ നടത്തും. 51 ദീർഘദൂര ബസ്സുകളും 14 ഓർഡിനറി ബസ്സുകളുമാണ് പ്രത്യേക സർവീസ് നടത്തുക.